പല കുട്ടികളും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, സർ പ്ലസ് വൺ റിസൾട്ട് എന്നാണ് വരിക? ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് മെയ് 25 എന്ന ഡേറ്റ് കാണിക്കുന്നുണ്ട്. സോ അന്നാണോ പ്ലസ് വൺ റിസൾട്ട് വരിക എന്നൊക്കെയുള്ള കൂടുതൽ മെസ്സേജുകളും കൂടുതലായിട്ടുള്ള എൻക്വയറീസുമാണ് ഞങ്ങൾക്ക് ഈയിടെയായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ടാണ് പ്ലസ് വൺ റിസൾട്ടിനെ കുറിച്ചുള്ള അപ്ഡേറ്റ്സുമായിട്ടാണ് സാറിന് വന്നിട്ടുള്ളത്. സോ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മക്കളെ, കഴിഞ്ഞ വർഷം പ്ലസ് വൺ റിസൾട്ട് പബ്ലിഷ് ചെയ്തത് ജൂൺ 15-ാം തീയതിയാണ്. സോ ആ സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞിരുന്നില്ല ജൂൺ 15-ാം തീയതിയാണ് ഒഫീഷ്യലായിട്ട് നമ്മളുടെ റിസൾട്ട് വരിക എന്നൊന്നും കൃത്യമായിട്ട് പറഞ്ഞിരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മളുടെ റിസൾട്ടിൻ്റെ ഒരു ഒഫീഷ്യൽ ഡേറ്റ് ഒരിക്കലും നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ആ രീതിയിൽ ഒഫീഷ്യൽ ഡേറ്റ് എന്നതാണ്. പ്ലസ് ടു റിസൾട്ട് വരുന്ന സമയത്ത് ഇതാണ് മക്കളെ നിങ്ങളുടെ പ്ലസ് ടു റിസൾട്ട് വരുന്ന ഡേറ്റ്, ഈ സമയമാണ് റിസൾട്ട് നമ്മുടെ കൺസേൺ മിനിസ്റ്റർ പ്രഖ്യാപിക്കുക എന്നുള്ള കാര്യങ്ങളൊന്നും പ്ലസ് വൺ റിസൾട്ടിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടാവില്ല. സോ അതുകൊണ്ട് തന്നെ പ്ലസ് വൺ റിസൾട്ട് ഏത് സമയം വേണമെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങൾ പ്ലസ് വണ്ണിൽ റിസൾട്ട് മാർക്ക് കുറഞ്ഞു പോയി, അല്ലെങ്കിൽ എനിക്ക് പ്രതീക്ഷിച്ച A+ കിട്ടിയില്ല എന്നൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. പ്ലസ് വൺ നിങ്ങൾ കഴിഞ്ഞു, ഇനി പ്ലസ് ടുവിലേക്ക് അടുക്കുന്ന സമയത്ത് ജൂൺ ആദ്യ വാരമാണ് നമ്മുടെ പ്ലസ് ടു ക്ലാസ്സുകളൊക്കെ തന്നെ സ്കൂളുകൾ ആരംഭിക്കുന്നത്. നമുക്കറിയാം പ്ലസ് വൺ പോലെയല്ല പ്ലസ് ടു എന്ന് പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ കാര്യങ്ങളും ഓരോ സബ്ജക്റ്റിലും നമുക്ക് പഠിക്കേണ്ടതിൽ മാത്രമല്ല പ്രാക്ടിക്കൽ എക്സാം ഒക്കെ നമുക്ക് പ്ലസ് ടുവിലുണ്ട്. അതിനായി നിങ്ങൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഫുൾ മാർക്ക് സ്കോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഓരോ ചാപ്റ്ററും കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സൈലം കൊമേഴ്സ് ടീം യുവ ബാച്ചുമായിട്ട് വന്നിട്ടുണ്ട്. സോ ഒരുപാട് പേര് യുവ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ. സോ ഇനിയും യുവ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാത്ത കുട്ടികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കുക. ഇനി പ്ലസ് വൺ റിസൾട്ടിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് സൈലം പ്ലസ് വൺ കൊമേഴ്സ് ചാനൽ ഫോളോ ചെയ്യുക. നമുക്ക് റിസൾട്ടിനായിട്ട് വെയിറ്റ് ചെയ്യാം.